നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിവാദ സിനിമ ദ കേരള സ്റ്റോറി ഇന്ന് ദൂരദർശൻ സംപ്രേഷണം ചെയ്യും. രാത്രി 8 മണിക്കാണ് സംപ്രേഷണം. ദൂരദർശൻ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. വർഗീയ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണെന്നാണ് CPIM വിമർശനം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് UDFും വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെ നടുക്കിയ കേരളത്തിന്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എന്ന വാചകത്തിലാണ് ദൂരദർശൻ സിനിമ പരസ്യം ചെയ്യുന്നത്. സുദീപ്ത സെൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കേരളത്തിൽ വ്യാപകമായി മതപരിവർത്തനം നടത്തുന്നുണ്ടെന്നും 32,000 സ്ത്രീകളെ മതം മാറ്റി ISൽ ചേർത്തുവെന്നും ആരോപിക്കുന്നതാണ് ചിത്രം. 2023 മെയ് 5-നായിരുന്നു തിയേറ്റർ റിലീസ്. ആ സമയത്ത് തന്നെ കേരളത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. സിനിമ സംപ്രേഷണം ചെയ്യുന്നത് കേരളത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമെന്നും വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള നീക്കം പ്രതിരോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവയായി ദൂരദർശൻ മാറരുതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അസത്യങ്ങളുടെ കെട്ടുകാഴ്ചയാണ് കേരള സ്റ്റോറി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കുറ്റപ്പെടുത്തി. സിനിമ പ്രദർശിപ്പിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും UDF നേതാക്കൾ വ്യക്തമാക്കി. പ്രദർശനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇടത് വലത് മുന്നണികളുടെ തീരുമാനം. സാമൂഹിക മാധ്യമങ്ങളിലും രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്.